ഓരോ കാരണങ്ങൾ കൊണ്ടും ഞാൻ ആഗ്രഹിച്ച എൻ്റെ സ്വപ്നങ്ങൾ തട്ടി മാറ്റി നീക്കപ്പെടുമ്പോൾ ഞാൻ വിചാരിക്കും കുറച്ച് കഴിഞ്ഞിട്ട് എന്തായാലും ശരിയോ ഇപ്പം ശരിയോ എന്നെല്ലാം വിചാരിക്കുവേ. പക്ഷെ അതിങ്ങനെ നീണ്ടു പോകും. കയ്യിൻ്റെ അകത്ത് എത്തി എന്ന് വിചാരിക്കുന്ന പല ആഗ്രഹങ്ങളും അതിങ്ങനെ തട്ടി മാറ്റിക്കൊണ്ട് പടച്ചവന് കൊണ്ടുപോകുമ്പോൾ നിസ്സഹായയായി ഞാൻ ഇങ്ങനെ നോക്കി കുത്തിയിരിക്കും കേട്ടോ. പക്ഷെ ഒരു പ്രതീക്ഷയുണ്ട്, എന്ത്, ഞാനത് നേടും എന്നുള്ളൊരു പ്രതീക്ഷ. അപ്പം അതേപോലെ ഞാൻ ആഗ്രഹിച്ച ഒരു കാര്യം ഇങ്ങനെ എന്താ പറയുക, ചെറിയ ഒരു കാരണം കൊണ്ട് അവിടെ ഇങ്ങനെ സ്റ്റോപ്പായിട്ടുള്ളത്. അപ്പം അത് ഇൻഷാ അല്ലാഹ് നേടിയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. അതിൻ്റെ ഓട്ടപ്പാച്ചിലാണ്, എന്താ എന്നുള്ളത് ഞാൻ പറയുന്നില്ല. അത് ഫുള്ളായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വീഡിയോസ് തന്നെ ആയിട്ട് കൊണ്ടുവരുന്നതായിരിക്കും. അപ്പം നമ്മൾ എല്ലാവർക്കും ഞാൻ പറഞ്ഞില്ലേ, ജനിക്കുമ്പം തന്നെ നമ്മൾ എല്ലാം കൂടി പഠിച്ചെടുത്തിട്ടൊന്നും അല്ല നമ്മൾ ഭൂമിയിലേക്ക് വരുന്നത്. നമ്മൾ എന്താക്കണോ, നമ്മൾ മറ്റുള്ളവരത് കണ്ടിട്ട് അസൂയപ്പെടാണ്ടും അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് ആ കഴിവ് എന്ന് വിചാരിച്ചിട്ട് ഇരിക്കാണ്ടും നമ്മളെ കൊണ്ട് കഴിയുന്നതെല്ലാം നമ്മൾ നേടിയെടുക്കണം, പരിശ്രമിക്കണം, കഷ്ടപ്പെടണം. നമ്മൾ നിരന്തര പരിശ്രമ ഫലത്തിലൂടെയാണ് നമ്മളെന്താകുന്നത്, നമ്മളുടെ സ്വപ്നങ്ങൾ പൂവണിയുന്നത് എന്നുള്ളതാണ്. തളർത്താൻ ഒരുപാട് പേരുണ്ടാവും കേട്ടോ. ഞാൻ ഇതിനു മുമ്പേ ഞാൻ ഫേസ്ബുക്കിലായിക്കോട്ടെ, എന്തിന് യൂട്യൂബിൽ തന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ എന്നെയൊക്കെ മൂലക്ക് ഇരുത്താൻ വേണ്ടിയിട്ട് ഒത്തിരി പേര്, ഞാൻ പറയട്ടെ, എസ്പെഷ്യലി എൻ്റെ കുടുംബങ്ങളിൽ നിന്ന് നാട്ടുകാരൊക്കെ കട്ടൊക്കെ സപ്പോർട്ടാണെന്ന് ഞാൻ പറയാം. കാരണം എന്ന് വെച്ചാൽ പബ്ലിക്കിൻ്റെ മുമ്പിൽ നമ്മൾ വരുമ്പോൾ എത്ര മാന്യമായിട്ടുള്ള വീഡിയോസ് ഇട്ട് വന്നു കഴിഞ്ഞാലും അധികം കുടുംബങ്ങൾക്കൊന്നും അധികം ഇഷ്ടമുണ്ടാവില്ല. എന്ന പോലെ തന്നെ ഇതിലുള്ള പിന്നെ എന്താ പറയുക, ലോകർക്കും വെലിങ്ങനെ ഒരു മനുഷ്യന് നല്ലതായി കാണാൻ ആരും വെലിങ്ങനെ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല, എസ്പെഷ്യലി മലയാളികൾ. അപ്പോൾ അതിന് മൂലക്കിരുത്താൻ വേണ്ടിയിട്ട് വേണ്ടത്തെ വൾഗറായിട്ടുള്ള ഒട്ടനവധി കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പോകുന്നതാണെങ്കിൽ ഞാനൊക്കെ അന്ന് പണ്ടെങ്ങാനും പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് ഒരു മോട്ടിവേഷൻ പോലെ എനിക്ക് പറഞ്ഞു തരാനുള്ളത്, മറ്റുള്ളവർ എന്തോ പറഞ്ഞോട്ടെ, ജീവിതം നമ്മളതാണ്. ഈ ഒരൊറ്റ ജീവിതത്തിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റാവുന്നിടത്തോളം നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ തളർത്താൻ ഒത്തിരി പേരുണ്ടെങ്കിലും ഒരാൾ നമ്മളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനോ നമ്മളെ കൂടെ നിൽക്കാനോ നല്ലൊരു വാക്ക് പറയാനോ ആരുമില്ല എന്നുള്ളൊരു സങ്കടമൊന്നും വേണ്ട കേട്ടോ. കാരണം നമ്മളെ ശക്തി ഉള്ളിടത്തോളം കാലം നമ്മൾക്ക് തന്നെയാണ് ഊർജം നൽകേണ്ടത്. എങ്ങനെയെന്നല്ലേ, നമ്മളാണ് നമ്മളെ പവർ, നമ്മളെ കഴിവ് നമ്മളെ ഉള്ളിലുണ്ട്. ഒരാളെ ഇനിയിപ്പോൾ നല്ലത് പറയുന്ന പോലെ ആയിക്കോട്ടെ, ചീത്ത പറയുന്ന പോലെ ആയിക്കോട്ടെ, ഒരാളെ നിങ്ങൾ വകവെക്കണ്ട. സ്ട്രോങ് ആയിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ള ഒരു പാഠം ഞാൻ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ എൻ്റെ 2 വർഷം മുമ്പുള്ള യൂട്യൂബിൻ്റെ വീഡിയോസ്, എൻ്റെ മെയിൻ വീഡിയോസ് ഞാൻ